സ്കൂളിൽ പൊലിഞ്ഞത് 13 വയസ്സ് മാത്രം പ്രായമുള്ള തുർക്കിയിൽ ഒരമ്മ പോയിരിക്കുകയാണ് ആ മകനെ വളർത്തുന്നതിന് പഠിപ്പിക്കുന്നതിനായിട്ട്. ആ അമ്മ ഇപ്പോഴും ആ മരണവിവരം അറിഞ്ഞിട്ടില്ല. അതുകൂടി ചേർത്ത് വെച്ച് വേണം നമ്മൾ ഈ സംഭവത്തെ കാണാൻ. ആ അമ്മ പതിവ് പോലെ വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ആ മകൻ ഇല്ല എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന ആരോപണമാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്നത്. ആരാണ് ഇങ്ങനെയൊരു സ്കൂൾ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തത്? ഉത്തരവാദികൾ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം തേവലക്കരയിൽ നിന്ന് വീണ്ടും ചേരുകയാണ്. ദിലീപ് ദേവസ്യ, ഈ സ്കൂളിന്റെ പ്രധാന കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് വലിയ അക്ഷരത്തിൽ 1917 സ്ഥാപിതമായ സ്കൂളെന്ന്. 108 വർഷം പഴക്കം. ഈ കെട്ടിടത്തിന് എത്ര പഴക്കമുണ്ട്? ഇതിന് ഫിറ്റ്നസ് പരിശോധനകൾ പൂർത്തിയായത് എങ്ങനെയാണ് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്കൂൾ അധികൃതർ പറയുന്നത് പോലെ കിട്ടിയത്? 108 വർഷം പഴക്കമുള്ള ഈ സ്കൂൾ കെട്ടിടത്തിന് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് CPM പാർട്ടിയാണ്. പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. നേരത്തെ നമ്മൾ നൂറുകണക്കിന് ആളുകളുടെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഫിറ്റ്നസ്സിന് വരുന്ന അധികൃതർ നേരെ എത്തുന്നത് ഓഫീസിലേക്കാണ്. അവിടെ ഇരുന്ന് അവിടുത്തെ പ്രിൻസിപ്പളും മറ്റു ആളുകളുമായി സംസാരിക്കുന്നു. അത് എല്ലാം ശരിയാകുമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്ന പേപ്പറിൽ ഒപ്പിടുന്നു, പോകുന്നു. ഇതാണ് ഇവിടെ പതിവ് പല്ലവിയായി നടന്നു പോയത് എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. പിന്നെ പ്രധാനമായി പറയാനുള്ളത്, ഈ അപകടം വരുത്തി എന്ന് പറയുന്ന ഈ ഷെഡ് നിർമ്മിക്കുന്നതിന് ഒരു അനുമതി മൈനാഗപ്പള്ളി പഞ്ചായത്ത് നൽകിയിരുന്നില്ല. മാത്രമല്ല KSEBയിൽ നിന്ന് ഈ ലൈനിൻ്റെ താഴെ ഇത്രയും തൊട്ട് താഴെ കൂടെ ഒരു ഇത് പോകുമ്പോൾ KSEBയിൽ നിന്നും ഒരു അനുമതിയും വാങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു അനുമതിയും വാങ്ങാതെ നിർമ്മാണമാണ് നടത്തിയിരുന്നത് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ദിലീപ് ദേവസ്യ കാട്ടിത്തരുന്ന ദൃശ്യങ്ങൾ. ഈ കെട്ടിടത്തിന് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു? മുൻഭാഗം നന്നായാൽ മതിയോ? സ്കൂളിന്റെ പിന്നാമ്പുറത്തേക്ക് ഈ പരിശോധനക്കാരൊന്നും പോയില്ലേ? പിന്നാമ്പുറത്താണല്ലോ ഈ കെട്ടിടം, ഈ ഓടിട്ട കെട്ടിടം, ഈ തടിക്കഷണങ്ങൾ കൊണ്ട് മറയുണ്ടാക്കിയ കെട്ടിടം. അത് ക്ലാസ് മുറികളായി പ്രവർത്തിച്ചു വന്നിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയും ഈ സംശയം ഉന്നയിക്കുന്നുണ്ട്. പരിശോധനകൾ നടക്കട്ടെ. വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.